എണ്ണക്കറുപ്പുള്ള മുട്ടേ ഞങ്ങളുടെ ചങ്കിലെരിയും വിളക്കേ. സാറേ എന്തെങ്കിലും തരണേ, കുറച്ച് അരി തന്നാലും മതി. ഒന്നുമില്ല, പോയി പോയി. എനിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാം. ഇല്ല ഇല്ല, ഒന്നുമില്ല, പോയി 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 പോയി. കൂട്ടരോടൊത്തൊന്നുകൂടി നീ കുട്ടികളോടൊത്തുമാടി കണ്ണീരു തോൽക്കും ചിരിയാൽ നീ ഞങ്ങളെ കൂട്ടിനു കൂട്ടി. തീയിൽ കുരുത്തവനാരോ എരിതീലമെന്നവനാരോ എണ്ണക്കറുപ്പുള്ള മുത്തേ ഞങ്ങളുടെ ചങ്കിലെരിയും വിളക്കേ. നന്മ നിറഞ്ഞങ്ങു പാടി നീ നല്ലത് നല്ലപ്പോൾ തേടി. നാടു നിറഞ്ഞങ്ങുയർന്നു, എല്ലാം നാടിന് സ്വന്തമായി തീർന്നു. നന്മ നിറഞ്ഞങ്ങു പാടി നീ നല്ലത് നല്ലപ്പോൾ തേടി. നാടു നിറഞ്ഞങ്ങുയർന്നു, എല്ലാം. ഈശോമിശിഹായ്ക്ക് സുധാരിക്കട്ടോ. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ ഒരു ബന്ന് തരൂ, കൊച്ചിന് വിശന്നിട്ട് പാടില്ല. പൈസ ഉണ്ടോ? പൈസ ഇല്ല ഏട്ടാ. സാധനത്തിലുള്ള പൈസ ഇപ്പൊ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ ഉണ്ട്. നോക്കിയേ, ഒരു അരക്കുള്ള പൈസ ഉണ്ടോ നോക്കിയേ, തീർച്ചയായിട്ടും. ഇവരിനവിടെ പോയി കിടക്കുന്നു. കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് അതുവഴി മുങ്ങിയ. ഇനിയല്ല പോലീസും പിടിച്ചാണോ? ആ എന്തോ ആവട്ടെ. ആ ആ വന്നാ. ഇത്ര നേരം എവിടെ പോയി കിടക്കുവായിരുന്നടാ? ചേട്ടൻ കലിങ്ങിന്റെ അടി കാണുന്നല്ലേ പറഞ്ഞത്. ഞാനവിടെ ചെന്നു, വേറെ 2-3 ഇരിക്കുന്നു. അവരാരാന്ന് അറിയത്തില്ല. ആമാരോട് അടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടൻ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഗ്ലാസ് എവിടെ? സിരി എവിടെയല്ലേ വെച്ചേക്കുന്നത്? പെട്ടെന്നോഴി, സമയമില്ല. ഓ അയ്യോ, ടച്ചിങ്സ് എനിക്ക് കൊടുത്താ. ആ ഓയ് 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 ഓയ്, ആരെല്ലാം വരുന്നതിന് മുമ്പ് ഓയേടാ. നോക്കിക്കൊണ്ടിരിക്കാതെ അതെടുത്ത് തിന്നെ. ഇന്നത്തെ പോലെ സാധനത്തിന്റെ കടുപ്പമില്ല. പറ്റിക്കാണല്ലേ സർക്കാർ നമ്മളെ. കമത്തല്ലേ കുറച്ച് എനിക്ക് കൂടി ഇങ്ങോട്ടെടുത്ത് എന്തരി അടുത്ത സെറ്റപ്പ് എന്തേ? അടുത്ത സെറ്റപ്പ് ചെയ്യണ്ടേ? അടുത്ത സെറ്റപ്പാ. അടുത്ത സെറ്റപ്പ് അവിടെ പിന്നെ അടുത്തെടുക്കണ്ടേ? അടുത്തൊരു സാധനം വേണ്ടേ? വൈകുന്നേരം കണ്ടുപോട്ടിട്ട് നല്ല സാധനം വാങ്ങിച്ച പൈസ ഒപ്പിച്ച് വേറെ നാളെ എന്ത് ചെയ്യും? നാളെ അവർക്ക് കളച്ചുണ്ടല്ലോ. ഓ നാളെ കുറെ പിരിയും. ഓ നമുക്ക് നാളെ പോക്കാം. അറിയാൻ വാങ്ങിച്ചിട്ട് ചോദിക്കുക, നമ്മളെന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി ജീവിക്കുന്നത്? നമ്മളെ പൈസ ഇല്ലാത്തോണ്ട്. നോക്കി നോക്കി ഇരിക്കാം. ചേട്ടാ എന്തിനാ കരയണേന്ന്? എന്തിനാണ് കരയണത്? ഓ അരിയ, നിന്നെ പണ്ട് അച്ഛൻ മരത്തിൽ കെട്ടിയിട്ട് അടിച്ചത് ഓർക്കുന്നുണ്ട് അരിയ? പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊന്നും. അതെന്തിനാണെന്ന് അറിയാവോ അനിയ? അത് പിന്നെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് മാറ്റിനല്ലേ? ചുമ്മാ അടുത്തിങ്ങനെ കരയാതെന്ന്. അനിയ, പൈസ എടുത്തത് നീയല്ല, പിന്നെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തത് ഞാനാണ്. എടാ കാല, 10-40 വർഷമായില്ലേ? പണ്ടൊക്കെ കിടന്ന കാര്യത്തിൽ ഇപ്പോഴാണ് കിടന്ന് കരയണത്.
നിന്നെ അച്ഛൻ അടിച്ചപ്പോ ഞാൻ മറഞ്ഞിരുന്ന് ചിരിക്കുവായിരുന്നു അനിയാ. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നേനെ പട്ടി. അടുത്ത് കരയല്ലേ, ഡീസന്റ് ആവും നേരെ. നിന്നെ കൊല്ലൂടാ, ഞാൻ കൊല്ലുന്ന ചേട്ടനാണ് നോക്കൂല, നിന്നെ ഞാൻ കൊല്ലും. ചേട്ടൻ പോലും ചേട്ടൻ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഞാൻ പറ്റിയിട്ടുണ്ടാ അന്യനാണ് ചേട്ടനല്ല. ഇങ്ങോട്ട് ചേട്ടൻ പിറ്റാണ്, ചേട്ടൻ പിറ്റാണ്. നിനക്ക് നാളെ സ്ഥാനം വേണം, വേണോടാ വേണം. സോറി ഒരു കരിച്ച് നല്ല പിറ്റാണ്. വീട്ടിൽ പോവാം. ആരെ വീട്ടിൽ പോവാൻ? ചേട്ടന്റെ വീട്ടിൽ പോവാം. എന്റെ വീട്ടിൽ പിന്നെ എന്റെ വീട്ടിൽ പോകണ്ട. പതുക്കെ നില്ല്, കേറ്. ഡീസന്റ് ആവണം, ഡീസന്റ് ആവണം. എന്റെ വീട്ടിൽ പോവാൻ പറ്റൂല, നമുക്ക് അണ്ണന്റെ വീട്ടിൽ പോവാം. ഫിറ്റാണ്, നോക്കി നോക്കി. ചെരുപ്പട്. എന്തിനാ നമ്മളിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണം? നമുക്കൊല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ? നിനക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാനും പോവാത്തത്. എടാ അല്ലേ ഒരു മുട്ട ഞെറാ. ആദ്യം തരാനുള്ള പറ്റ് തന്നു തീർക്ക്. മുതലാളി വന്ന് കാശ് വെച്ചാലേ ഞാൻ എന്തോ സമാധാനം പറയും. പത്രമെങ്കിലും വായിക്കാം, പൈസ കൊടുക്കണ്ടല്ല. ഇന്ന് എന്തൊക്കെ കൊണ്ടാണ് പത്രത്തിൽ വിഷയം? കിഴങ്ങ് അവിച്ച് വെച്ചിരിക്കണ്ട, വേണോ? അണ്ണാ ചരമകോളം നിർത്താൻ ആരൊക്കെ സെഞ്ചുറി അടിച്ച് നോക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സെഞ്ചുറി അടിച്ച് കാണുന്നത്. നിന്റെ അച്ഛൻ കിടക്കണ്ട. അനിയണ്ണ, നിങ്ങളെ മുതലാളി രവീന്ദ്രൻ അവിടെ പോയണ്ണ. രാവിലെ ചാലയിൽ പോയതാ സാധനം വാങ്ങിക്കാൻ. ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റവൻ തൊഴിലാളി, വിധിയെ നനയിപ്പവനെ മാളി, അതെ വെണ്ട്ര മുടിപ്പവനരെ പാളി. അരെ സിക്കന്ദർ ഭായ്, മേ ദൂക്ക ആ ഗയാ ഹേ, മുറുക്കണ്ടേ? അച്ഛാ ആ ഗയാ. ഉലകിൽ മറ്റവൻ തൊഴിലാളി, വിധിയെ നനയിപ്പവനെ മാളി, അത് വെണ്ട്ര മുഴുത്തവനരെ പാളി. നല്ല നാരങ്ങളോ കുടിക്കാം, ബോഞ്ചയോ കുടിക്കാം. കടയിലോട്ട് വന്നിട്ട് പോണം. ആ ദോ പറഞ്ഞല്ലോ നിന്റെ മുതലാളി. ഇങ്ങോട്ട് വാടാ, പിടിച്ചിറക്ക അങ്ങോട്ട്. ആത്തോട്ട് കയറ അങ്ങോട്ട്. ഈ ഹാരം ഇട്ടോ, ചെല്ലാത്തോട്ട്. ഹോ, എല്ലാത്തിനും തീ പിടിച്ച വിലയുടെ. പോകുമ്പോ ഒരു ഫയർ എഞ്ചിനെ കൂടെ കൊണ്ടുപോയാൽ മതി. എന്തുണ്ട് തീ അണയ്ക്കായി. തമാശിച്ചേടേ. ഇല്ല, നീ തരാനുള്ള പറ്റാഴ്ച തരാൻ നോക്ക്. അയ്യോ അണ്ണാ തരാ അണ്ണാ. അണ്ണാ ഞാൻ ഓട്ടോറിക്ഷയാണ് ഓട്ടിക്കണത്. അത് എഞ്ചിൻ പണിയായിട്ട് ഇത്ര നാൾ വർക്ക്ഷോപ്പിലാണ് കിടന്നത്. ഇനിയിപ്പോ വണ്ടിയൊക്കെ ഓടി വീട്ടിലാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടണ്ണാ. ഇവനാണെങ്കിലേ ഞാൻ ചോദിച്ചിട്ട് ഒരു മുട്ട ചോദിച്ചിട്ട് അവൻ തന്നില്ലണ്ണാ. മുട്ടേ? നീ തരാനുള്ള പറ്റാശ എന്നാടാ? പറ്റാശ തീർത്താ? നിനക്ക് മുട്ടയല്ലോ. നിന്നെ വായൊന്നും കേക്കരുത്, നീ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടാ. ഒരുത്തനെ കൊണ്ട് കടയെ നിർത്തി, എനിക്ക് നഷ്ടമില്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെയാണ് അമ്മാരെ കൊണ്ട് നിർത്താന്ന് വിചാരിച്ചത്. നിനക്ക് തരാനുള്ള പൈസക്ക് ഞാൻ നന്നല്ല. ഈ മാസം കൂടി ജോലി ആയിട്ട് പൊയ്ക്കോണം. പറഞ്ഞു വിടലണ്ണ, ഉടനെ തരാം. അതുവരെ അഡ്ജസ്റ്റ് ചെയ്തില്ലേ കേട്ടാ? അറിഞ്ഞു തരണേ അണ്ണ. അയ്യോ നിന്ന് ചിണുങ്ങാടാ ഇള്ളവാവ. ഒരു കാര്യം പറയാൻ മറന്നു പോയണ്ണ. എന്തര്? അണ്ണാ നമ്മുടെ ഇവിടെ പിച്ചை എടുക്കാൻ വരുന്ന രണ്ടുപേരില്ലേ അണ്ണാ? മറ്റേ കണ്ണുള്ളത്ത ആ പെണ്ണും ഭർത്താവും കൊച്ചും അവരവിടെ ഒന്ന് ഇരിക്കുവായിരുന്നു. എന്നാ നമ്മളവിടെ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന രണ്ടുപേരില്ലയോ? മറ്റേ രണ്ട് കുടിയന്മാര്. അവന്മാരെ പാത്രത്തിൽ നിന്ന് പൈസ എടുത്തോണ്ട് ഓടിയണ്ണ. പൈസ എടുത്തോണ്ട് ഓടിയാ? നിനക്ക് പോയി പിടിച്ചോണ്ടായിരുന്നാ? ഞാൻ പുറകിന് ഓടിയണ്ണ. എന്നിട്ട് കിട്ടിയൊന്നും ഇല്ലണ്ണ. ഭയങ്കര കഷ്ടമായി പോയണ്ണ. ഒരു നേരത്തെ വിശപ്പ് സഹിക്കാൻ വയ്യാതാണ് അവർ പിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഈ പിച്ചച്ചട്ടിന്ന് കൈയിട്ട് വരെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാത്ത കഷ്ടമായി. ഇവിടെ അവരിവിടെ വരുമ്പോ ആഹാരം എല്ലാം കൊടുക്കണം. അവരിവിടെ വന്നാ അവരിവിടെ ഒന്ന് ബണ്ണി ചോദിച്ചായിരുന്നണ്ണ, കൊടുക്കാനും പറ്റി. എന്തെങ്കിലും കൊടുക്കാത്തെന്ത്? അണ്ണൻ എന്നെ വഴക്ക് പറയത്തില്ലേ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ്? ആഹാരം കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ വഴക്കൊന്നും പറയൂല. എടാ മഹാഭാബി, അന്നദാനം എന്ന് പറഞ്ഞാൽ മഹാദാനമാണ്. ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ 100 പശുക്കളെ കൊടുത്തതിന് തുല്യമാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അവരിവിടെ വരുമ്പോ എന്തെങ്കിലും കൊടുക്കണം കേട്ടാ. ഓരോ കിഴങ്ങനെ ഞാൻ പണിക്ക് നിർത്തിയിരിക്കുന്നു. 2 മാസം ശമ്പളം തരാം. അതോടെ തന്നെ ഞാൻ പറഞ്ഞു വിടും. ആ ജംഗ്ഷനിൽ 2 കൊല ഇറക്കി വെച്ചേക്കണ്. പോയി എടുത്തോണ്ട് വാ. ഓടാ വേട്ടാ വിളിയാ.
നിന്ന് കിടങ്ങാതെ. അയ്യോ കുണുങ്ങി പോണ നോക്കിയാണ് താറാവ് പോകും പോലെ. ഓടി പോടാ. പോയിട്ടാ അവിടെ. അണ്ണാ എന്തടേ? അണ്ണ ഇങ്ങനെ ഉള്ളമാരെ പിടിച്ചാണ് അണ്ണാ കടയിൽ നിർത്തണത്. പിന്നെ ആരെ പിടിച്ച് നിർത്താൻ? അണ്ണ ഇതുപോലുള്ള ഒരുത്തനെ പിടിച്ച കടയിൽ നിർത്തുന്നതിനെ കാട്ടിയേ വല്ല നല്ല ബംഗാളികളെയും പിടിച്ച് നിർത്തിക്കൂടെ? കൊള്ളാം. വല്ല ബംഗാളികളെ പിടിച്ച് നിർത്തിട്ട് വേണം ആമാരുടെ കഴുത്തറുത്ത് കൊന്നിട്ട് പോവും. അണ്ണാ അത് പറയാനേ മേലത്തെ നമ്മളെ ബംഗാളിലെ കോളനി ഉള്ളത് ആ ബംഗ്ലാദേശ് കോളനിയാ. മേലത്തെ അവന്മാർ അപ്പുറത്തെ വില്ല പട്ടി പിടിച്ച് കഴുത്തറുത്തൊന്ന് കറി വെച്ച് നിന്ന് കണ്ട ഇക്കണക്കിന് അവന്മാരെ പിടിച്ച് ഇവിടെ ജോലിക്ക് നിർത്തിയാലേ ഇമാരെ എന്നെ അറുത്ത് ഇറച്ചു വെച്ച് തിന്നൂലേ. പിന്നെ അല്ലാതെ അണ്ണാ നമ്മൾ ഈ നാട് ഒരിക്കലും നന്നാവൂല അണ്ണാ. ഒരിക്കലും നന്നാവൂല. നിന്നെ പോലുള്ളവന്മാർ ഈ നാട്ടിലോടത്തോളം കാലം ഈ നാട് ഒരിക്കലും നന്നാവൂല. നമ്മളെ നാട് നന്നാവൂല അണ്ണാ. എന്ന് നന്നാവാൻ? നമ്മളെ കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കണല്ലേ അണ്ണാ. ഇതെങ്ങനെയാണ് സാധിക്കണത്? ആ ആലുവ കൊലപാതകം കേസായി. ആലുവയിലെ ഭയങ്കര സംഭവമായി പോയി. ആലുവ കേസ്. ഓ അതെങ്ങനെയാണ് ഇത്? ഇവന്മാർക്ക് എങ്ങനെ തോന്നണമെന്തോ? പൊടി കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? ഇതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഗൾഫിലെ നിയമം ഇവിടെ വരണം. അത് തന്നെ ഇവിടെ വരണം, ഇവിടെ നടപ്പാക്കണം. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരെ മുമ്പിട്ടിറങ്ങണം. നമ്മൾ അതിന് പ്രയത്നിക്കണം. എന്നിട്ട് ഇങ്ങനെ ചെയ്യണവന്മാരെ കട്ടി തീർക്കണം. അത് തന്നെ, അതാണ് ആവശ്യം. അപ്പോഴുമാര് പഠിക്കും. അത് തന്നെ, അതാണ് വേണ്ടത്. കട്ട് ചെയ്യണം. ആദ്യം കട്ട് ചെയ്യണം. നിന്നെ കട്ട് ചെയ്യണം. ആദ്യം തരാനുള്ള പറ്റ നീ ഇവിടെ ആദ്യം പറ്റുവൈ. തരാം അണ്ണാ, തരാം. നീ കുറെ കാലമായി പറയാൻ തുടങ്ങിട്ട് പറ്റരാന്ന്. ഏച്ചു പോ. എന്തോണ്ണ കടയുടെ മുമ്പിൽ വന്നിരുന്നാലേ അപകടമാണ്. ഏച്ചു പോടാ. ഈട അവിടെ ചാക്കി ചോട്ടുണ്ട്. വന്നോളും രാവിലെ പോയി ഞാൻ വയറും വായുവായിട്ട് പോ. കടം ചോദിച്ചോണ്ടിച്ചോണ്ട് വന്നോണ്ടല്ല മാമാ ഉമ്മ കടം ചോദിച്ചു വരണം. ചൂട് വെള്ളം ഒരു മുഖത്ത് വെച്ചു കൊടുക്കണം കേട്ടാ. ഇന്നല്ലാതെ ഒരു ചൂട് നാരങ്ങനോടേക്ക്. ഈശോംശേഖൻ സ്തുതിയായിരിക്കട്ടെ. നിന്നെ പള്ളിയിലോട്ടൊന്നും കാണാനില്ലല്ലോ. കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അച്ഛാ. അപ്പൊ അവിടെ താമസിക്കുന്നത്. ശരി അച്ഛാ, ഞാൻ നാളെ പള്ളിയിലോട്ട് വരാം. ശരി. അച്ചോ എന്തു പറ്റി? എന്തിനാ മോളെ കരയുന്നേ? മോൾക്ക് എന്തു പറ്റി? അച്ചോ എന്നും ജീവിക്കാൻ ഇറങ്ങുമ്പോൾ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങുന്നത്. അച്ഛനറിയാലോ, ജനിച്ച നാട്ടിൽ ജീവിക്കാൻ വയ്യഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ കണ്ണു വയ്യാത്ത ഇവളെയും ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും വെച്ച് ഞാൻ എന്ത് ചെയ്യും അച്ചോ? ഇവിടെയും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അച്ചോ. ഞങ്ങൾ ഒരു വകയും കഴിച്ചിട്ടില്ല അച്ഛാ. തോമസേ, വിഷമിക്കണ്ട. ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട്. വാ, എൻ്റെ കൂടെ വാ. ബാലൻസ് വീഴല്ലെന്ന് നേരെ ഞാൻ പറഞ്ഞു. നേരെ തന്നെ ചെടിയായിട്ട് വാ. ഹലോ അത് ചെരുപ്പാണെന്നത് താഴ്ത്തിട്ട് വാ. ഹലോ ചേട്ടാ തന്നെ. ആരുടെ വീട്? ഇത് ചേട്ടന്റെ വീടല്ലേ? എന്റെ വീടാണോ? ആരുടെ വെള്ളം കോരി തല വഹിക്കുന്ന? ചുമ്മാ എരി, മഴ പെയ്യണമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ആ പൂതന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ നോക്കാം. അയ്യോ ചേട്ടത്തി, ഇത് ഞാനല്ലേ. ഞാൻ ഈ വഴി വന്നിട്ടില്ലേ. എനിക്കിങ്ങനെ ഒരു ചേട്ട ഇല്ലേ. ഞാൻ ഇവിടെ വന്നിട്ടില്ലേ. ഞാൻ വഴിതെറ്റി വന്നൊരു വഴിപോക്കരാണ്. ഞാൻ തരാം. ഹാപ്പി ന്യൂ ഇയർ. കേറി വാ മനുഷ്യ, കാണിച്ചു തരാം. ഇന്നിവിടെ ഇടി വെട്ടി മഴ പെയ്യും. വിട്, ഞാൻ വരൂല. ഞാൻ വരില്ല. എന്നെ കൊല്ലല്ലേ. ഇങ്ങോട്ട് കോരി വാ മനുഷ്യ. വിടാൻ. വിട്. ഇടി വീട്ടിനകത്ത് അത്ര സ്ഥലം കിടക്കുമ്പോ നീ എന്തിനാണ് ചായപ്പിനകത്തോട്ട് വിളിച്ചോണ്ട് വന്നത്? നിങ്ങൾക്ക് ചായപ്പ് മതി. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കുടിക്കില്ലേ.
ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. സ്വന്തം പൈസക്കല്ലല്ലോ, നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കണ പൈസക്കല്ലേ കൊടുക്കണത്. ഞാൻ ഇനിയും കുടിക്കും. നീ 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 എന്നെ എന്ത് ചെയ്യും? നിങ്ങളെ കൊല്ലും. നാട്ടിലെ നിലയും വിലയുള്ള ഒരു ലേഡി തന്നെ. വീടിയാ? വീടിയല്ല മനുഷ്യ, ലേഡി. നിങ്ങൾ ഞാൻ ഇന്ന് അമ്മാ, അയ്യോ, എടി തല്ലല്ലേ, നാട്ടുകാരെന്താ മോശമാണെന്ന്. എടി കുടിച്ചെടുത്ത് ഇങ്ങനെ ഇടിക്കല്ലേ. അമ്മച്ചി, അയ്യോ അയ്യോ, നാട്ടുകാരെ ഓടി വന്നേ, ഈ എന്നെ തല്ലി കൊല്ലുന്നേ. അമ്മ, അയ്യോ അയ്യോ, ഹായ്, അമ്മച്ചി, അയ്യോ, എടി നിർത്ത്. എടി എന്നെ ഇന്നിങ്ങനെ ഇട്ട് ഇടിക്കല്ലേ. അയ്യോ അയ്യോ അയ്യോ, നാട്ടുകാരെ ഓടി വരണേ. അയ്യോ മെമ്പറേ, അയ്യോ മെമ്പറേ, മെമ്പറേ, അയ്യോ അയ്യോ, ഇവളെന്നെ കൊല്ലും. അയ്യോ അയ്യോ, എടി എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ മെമ്പറേ, അയ്യോ അയ്യോ അയ്യോ, എടി എന്നെ ഉപദ്രവിക്കരുത്. മെമ്പറേ, മെമ്പറേ, എന്നെ കൊല്ലുന്നേ. മെമ്പറേ, വിളിച്ചോണ്ട് വാ. അയ്യോ, എന്നെ ഞാൻ സ്ത്രീ ഉപദ്രവിച്ചല്ല, സ്ത്രീ എന്നെ ഉപദ്രവിക്കായിരുന്നു. ചോദിക്ക്, ചോദിക്കോ മെമ്പറേ, ചോദിക്ക്. അപ്പൊ വാദി പ്രതിയായില്ലേ മെമ്പർ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ ചോദിക്കാൻ ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട്. ഈ പുരുഷന്മാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടോ? മെമ്പർ പറയൂ, ഉത്തരം പറയൂ. പിന്നെ ഞാൻ വന്നപ്പോ കണ്ടത് താൻ മായയെ ഉപദ്രവിക്കുന്നതാണല്ലോ. ആണാ? അതിന് മുമ്പ് വീടിന്റെ ചായപ്പിനകത്ത് ഒന്ന് നോക്കണമായിരുന്നു. ആ, എന്താ മായ പ്രശ്നം? എന്റെ പൊന്നു മെമ്പർ, ഇയാള് കള്ളു കുടിച്ചിട്ട് ജോലിക്കും കൂലിക്കും പോകാതെ എന്നെ വന്ന് ദിവസം ഉപദ്രവിക്കുക. അതെ, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റാ. നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലേ കുടുംബ ബന്ധം മുന്നോട്ട് പോകൂ. ഇനി നീ കുടിച്ചിട്ട് വന്ന് മായയെ ഉപദ്രവിച്ചാൽ നിന്റെ പേര് ഞാൻ ആക്ഷൻ എടുക്കും. ശരി, സന്തോഷമായിട്ട് മായ വിളിച്ചിട്ട് പോക്കേ. ഇതേ മഴ വരുന്നു. വാ പോവാം, വിശക്കണ്. മണിയും ചേട്ടാ, അയ്യോ അയ്യോമേ, ഇവൾ കൂടി ചെലവിന് കൊടുക്കേണ്ടി വന്നു. ആരെങ്കിലും ഒന്ന് കൈ പിടിച്ചാൽ കൂടെ അങ്ങ് വെക്കോണം. കേറിപ്പൊടിയകത്ത് പൊടിയകത്ത്. കഴിക്ക് തോമസേ, കഴിക്കുന്നേ. ആ കുഞ്ഞിന് നല്ല വിശപ്പുണ്ട്. മോളെ കഴിക്ക്. വാരി കഴിക്ക്, നിറച്ച് കഴിക്കണം. കഴിക്ക്. കഴിക്കും മോളെ, കഴിച്ചോ. തോമസേ, കഴിഞ്ഞതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എത്രയോ യാതനയും വേദനയും അനുഭവിച്ചെന്നറിയാമോ ക്രിസ്തു ക്രൂശിലേറിയത്? എത്ര സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കിയാലും ചില സാത്താന്മാർ അത് തീർക്കാൻ നോക്കും. അവർക്കുള്ള ശിക്ഷ അത് കർത്താവ് കൊടുത്തോളും. നിങ്ങൾ വിഷമിക്കാതിരി. നീ നിന്റെ കണ്ണു കാണാൻ കഴിയാത്ത ഈ ഭാര്യയ്ക്കും ഈ കുഞ്ഞിനും വേണ്ടിയല്ലേ ജീവിക്കുന്നത്. സ്നേഹമുള്ളിടത്തൊന്നും കർത്താവ് കൂടെ ഉണ്ടാകും. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഒരുപാട് നന്ദിയുണ്ട് അച്ചോ. സന്തോഷത്തോടെയും സമാനത്തോടെയും മുന്നോട്ട് പോകും. കർത്താവ് കൂടെ ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ചെല്ല്.